ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് അറിഞ്ഞിരിക്കേണ്ടതും ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഏതൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയുമാണ്. അതായത് നമുക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഓവർ സ്നേഹം, ഇഷ്ടം, അടുപ്പമെല്ലാം എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചുള്ള അതിനെ കൺട്രോൾ ചെയ്യാനായി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പല ആളുകളും അവരുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലംസോ എല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ ചീറ്റ് ചെയ്തു പോകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ആ ഒരു നിമിഷത്തെ, ആ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനായി, അതിനെ കൺട്രോൾ ചെയ്യാനായി പല ആളുകൾക്കും സാധിക്കാറില്ല. സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് പോലും ഗൗനിക്കാതെ ഒരുപാട് പേര് പിന്നീടും ആ വ്യക്തികൾക്ക് പുറകെ തന്നെ പോകാറുമുണ്ട്. അവസാനം ഇനി ഒരിക്കലും അവർ തിരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നവരുമുണ്ട്. സോ ഇത്തരത്തിൽ മറ്റൊരു വ്യക്തിയോട് നമുക്കുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് വഴികളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹൗ ടു സ്റ്റോപ്പ് ഓവർ അറ്റാച്ച്മെൻറ്റ് ടു സംവൺ. നമ്പർ 1, അക്സെപ്റ്റൻസ്. യെസ്, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായി ശ്രമിക്കുക. നിങ്ങളെ മറ്റൊരാളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരിക്കാം. സോ ഇതിലേതായാലും ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാനായി പഠിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിനി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം രീതിയിൽ ചിന്തിച്ചു കൂട്ടിയാലും പോയത് പോയി, ഇനി അതൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അതാണ് സത്യം. ആ സത്യത്തെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. സത്യത്തെ മനസ്സിലാക്കിയതിന് ശേഷവും അതിനെപ്പറ്റി ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും അനാവശ്യമായ ഒന്നാണ്. ആ ബന്ധം, ആ റിലേഷൻഷിപ്പ്, അത് എന്ത് തന്നെയാണെങ്കിലും എത്തരത്തിലുള്ളതാണെങ്കിലും ശരി, അതവിടെ അവസാനിച്ചു. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹെൽത്തിയായ ഒന്നല്ലെന്ന് മനസ്സിലാക്കുക. ഒരു മോശം റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഇമ്പോർട്ടൻസ് തരാത്ത, നിങ്ങൾക്ക് വാല്യൂ നൽകാത്ത ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കുക. നമ്പർ 2, സെൽഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിയിൽ ഇത്രയ്ക്ക് അറ്റാച്ച്ഡായി മാറിയത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് കിട്ടിയത്, എന്ത് വാല്യൂ ആണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായി സാധിച്ചത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഒരുപക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് തെറ്റായ ധാരണകളായിരിക്കാം നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയിൽ അറ്റാച്ച്ഡ് ആയത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നും പിന്മാറിയത്. സോ അവരിൽ നിങ്ങളെ ആകർഷിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുക. എന്ത് ക്വാളിറ്റിയാണ് അവരിൽ ഉള്ളതെന്നതിനെക്കുറിച്ച് തിരിച്ചറിയുക. ആ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിച്ചതെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ലൈഫ് ലെസൺ തീർച്ചയായും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ജീവിതത്തിലെ ഇത്തരം ദുരനുഭവങ്ങൾ നമ്മൾ കാണാത്ത, അറിയാത്ത പല കാഴ്ചകളെയും കാണിക്കാനായി നമ്മളെ കണ്ണുകളെ തുറപ്പിക്കുമെന്ന് മനസ്സിലാക്കുക. നമ്പർ 3, സെറ്റ് ബൗണ്ടറീസ്. സമ്പർക്കം പരിമിതപ്പെടുത്തുന്നതിനും കൂടുതൽ വൈകാരികമായ കെട്ടുപാടുകൾ തടയുന്നതിനും വ്യക്തിയുമായി വ്യക്തമായ അതിരുകൾ സ്ഥാപിക്കുക. സോ നിങ്ങൾക്ക് ആരെയാണോ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി വിടേണ്ടത്, അത്തരം വ്യക്തികളുമായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കാനായി ശ്രമിക്കുക. അവരുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഒഴിവാക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ പോലും ഇനി ആ വ്യക്തി വരാതിരിക്കാനായി നിയന്ത്രണങ്ങൾ പാലിക്കുക. ബോധപൂർവം തന്നെ പലതും ഒഴിവാക്കാനായി ശ്രമിക്കുക. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുന്ന പല കാര്യങ്ങളും താൽക്കാലികമായെങ്കിലും ഒഴിവാക്കാനായി ശ്രമിക്കുക. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാനും പല കാര്യങ്ങളും കൺട്രോൾഡ് ആയിരിക്കാനും ശ്രമിക്കുക. നമ്പർ 4, ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അനാവശ്യമായി പല ആളുകളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ സെൽഫ് വാല്യൂ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും സ്വയം നിങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ സെൽഫ് വാല്യൂ ഇംപ്രൂവ് ചെയ്തെടുക്കാനായി പരിശ്രമിക്കുക. സ്വയം പരിചരണം ഉറപ്പുവരുത്തുക. മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കാനായി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളെ കൂടുതൽ ഹാപ്പിയായി നിലനിർത്തുന്നതുമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റും ഫോളോ ചെയ്യാനായി ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനായി പല കാര്യങ്ങളും പഠിക്കുകയും പല സ്കിൽസും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. സോ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ വേർഷനെ ഉണ്ടാക്കിയെടുക്കാനായി പരിശ്രമിക്കുക. അതിനായി നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കുകയും സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. നമ്പർ 5, സീക്ക് സപ്പോർട്ട്. യെസ്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എത്ര വലിയ ആളുകൾക്കാണെങ്കിലും സങ്കടവും വിഷമവും എല്ലാം വരും. സോ ചില ആളുകൾക്ക് ഇതെല്ലാം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കാം. സോ നിങ്ങൾ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാനായി ശ്രമിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നിങ്ങളുടെ കാര്യങ്ങളെ ഷെയർ ചെയ്യാനായി ശ്രമിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായി സാധിക്കും. സോ നിങ്ങളുടെ വിഷമങ്ങളെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിലൂടെ അവരത്തരം കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും അത്തരം കാര്യങ്ങളെ അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. സോ
സോ ഇതിലൂടെ നിങ്ങളിലുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ലെവൽ കുറയ്ക്കാനും പുതിയ പല കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഷെയർ ചെയ്യാനോ ശ്രമിക്കുക. നമ്പർ 6, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഈ നിമിഷത്തിൽ സന്നിഹിതരായിരിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിധിയില്ലാതെ നിരീക്ഷിക്കുക. ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ നിയന്ത്രിക്കാനും അഭ്യൂഹം കുറയ്ക്കാനും മൈൻഡ്ഫുൾനെസ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്, നിങ്ങളിൽ ഇപ്പോൾ ഏത് ഇമോഷനാണുള്ളത്, ഇതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ നിമിഷത്തിൽ തന്നെ ജീവിക്കാനായി മൈൻഡ്ഫുൾനെസ് നിങ്ങളെ സഹായിക്കും. ഇത്തരത്തിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകളിലും ഇമോഷനിലും ഓവറായി എക്സൈറ്റഡ് ആകാതെ ഓവറായി റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ നിങ്ങളെ ഇത് സഹായിക്കും. പല ആളുകളും മൈൻഡ്ഫുൾനെസ് എന്ന പ്രക്രിയയ്ക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ പലപ്പോഴും പല പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഒരു നിമിഷത്തെ താളം തെറ്റലിന് പലരും അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്നതും പല തെറ്റുകളും ചെയ്യുന്നതും ഇത്തരത്തിൽ മൈൻഡ്ഫുൾനെസ് അവരിലില്ലാത്തതുകൊണ്ടാണ്. ആ നിമിഷത്തെ, ആ പ്രസൻറ്റ് മൊമെൻറ്റിനെ അവർക്ക് തിരിച്ചറിയാനും പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനോ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനോ അവരെ തന്നെ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. സോ ഇത്തരത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ചിന്തകളിലെ വ്യതിയാനങ്ങൾ കൊണ്ടും പല ആളുകളും പലതും ചെയ്യുന്നു. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ അക്സെപ്റ്റൻസും സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവും മൈൻഡ്ഫുൾനെസ്സും ഈ സാഹചര്യങ്ങളിൽ നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും മനസ്സിലാക്കിക്കൊണ്ട് ദ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും ഉണർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുക. ഒരു നിമിഷത്തെ പാകപ്പിഴവുകളോ താളം തെറ്റലുകളോ തന്നെ നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പല കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് റിഗ്രറ്റും ഗിൽറ്റിയും എല്ലാം ഫീൽ ചെയ്യുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. സോ ഇതുപോലെ തന്നെയാണ് ഈ സിറ്റുവേഷൻസും. ഇത്തരത്തിൽ ഓവറായി വിഷമവും സങ്കടവും എല്ലാം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങളോ ഏതെങ്കിലും ആക്ഷൻസോ എടുക്കുകയാണെങ്കിൽ അത് പലപ്പോഴും തിരുത്താൻ കഴിയാത്തതോ തിരിച്ചു ലഭിക്കാത്തതോ ആയ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നമ്പർ 7, ടൈം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാനും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും കഴിയും. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വാല്യൂവും എല്ലാം ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായി സാധിക്കും. എന്നാൽ ഇത് വളരെ വേഗത്തിൽ സാധ്യമാകുന്നതോ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതോ ആയ ഒന്നല്ല. ഇതിനൊരുപാട് സമയവും എഫോർട്ടും എല്ലാം എടുക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ക്ഷമയും പരിശ്രമവും നിങ്ങളെ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുകളിൽ നിന്നും പുറത്തു കിടക്കാനായി നിങ്ങളെ സഹായിക്കും. അതിനായി സമയം എടുക്കുമെന്നും ക്ഷമയോടെ തുടരാനും ശ്രമിക്കുക. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അതിൻ്റേതായ സമയമാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് മനസ്സിലാക്കുക. മറ്റാരെയും നിങ്ങളിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കരുത്. അതിനുവേണ്ടി പരിശ്രമിക്കരുത്. മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ മാറ്റിയെടുക്കാനോ നമുക്ക് സാധിക്കില്ല. നമുക്ക് മാറ്റാനും തിരുത്താനും കഴിയുന്നത് നമ്മളെയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ മാറ്റാനായി പരിശ്രമിക്കുക.